എന്താണ് യഥാർത്ഥത്തിൽ നമുക്കൊരു ആവറേജ് മനുഷ്യന് വേണ്ട എക്സസൈസ് എന്ന് പറഞ്ഞോന്ന് എനിക്ക് അഭിപ്രായം. കാരണം വെച്ചാൽ നമ്മുടെ അസോസിയേഷൻസ് എല്ലാം പറയുന്നത് നിങ്ങൾക്ക് ഒരു 1/2 മുതൽ 3/4 മണിക്കൂർ വരെ, അദ്ദേഹം പറഞ്ഞ ഒരു 1/2 മുതൽ 3/4 മണിക്കൂർ വരെ മോഡറേറ്റ് ഇന്റൻസിറ്റി മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് ഇൻ എ വീക്ക്, അതായത് ആഴ്ചയിൽ അറ്റ്ലീസ്റ്റ് ഒരു 4 മുതൽ 5 ദിവസം എങ്കിലും നിങ്ങൾ ചെയ്യാം. എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വ്യത്യാസപ്പെട്ടിരിക്കാം. നിങ്ങൾക്ക് നടക്കാം, പറമ്പിൽ പണിയാം, ജിമ്മിൽ പോകാം, എന്തുമായിക്കോട്ടെ. പക്ഷെ അത് ശാസ്ത്രീയമായി ചെയ്യുക, ആരോഗ്യപരമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ദിവസം പോയിട്ട് രാവിലെ പോയിട്ട് എക്സസൈസ് ഒക്കെ തുടങ്ങുകയല്ല വേണ്ടത്. അതിന് നമ്മൾ എത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കൊരു വാം അപ്പ് ഫേസ് വേണം, എക്സസൈസ് ഫേസ് വേണം, ഒരു കൂൾ ഡൗൺ ഫേസും വേണം. പിന്നെ അടുത്ത ചോദ്യമുണ്ട്, ഞാൻ എങ്ങനെ ഇതിനെ മോണിറ്റർ ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ഹാർട്ട് റേറ്റ് നോക്കുക, ഹൃദയത്തിൻ്റെ ഇടിപ്പ്. ശാസ്ത്രീയമായിട്ട് എല്ലാവർക്കും ചെയ്യേണ്ട മാക്സിമം ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 220 മൈനസ് നിങ്ങളുടെ ഏജ്. അത് അത്രയും നിങ്ങൾ മാക്സിമം എത്താൻ പറ്റുന്നത് 220 മൈനസ് ഏജ്. അതിനനുസരിച്ച് നിങ്ങളുടെ ഫിറ്റ്നസ് അനുസരിച്ച് നിങ്ങൾ അതിനെ കാറ്റഗറൈസ് ചെയ്യാം. സോൺ 1, സോൺ 2, സോൺ 3, സോൺ 4, സോൺ 5. സോൺ 1 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ നിങ്ങളുടെ മാക്സിമം ഹാർട്ട് റേറ്റിൻ്റെ 50 മുതൽ 60%. സോൺ 2 എന്ന് പറയുന്നത് 60 മുതൽ 70%. സോൺ 3 70 മുതൽ 80, അങ്ങനെ കൂടി വരും. നിങ്ങളൊരു ആവറേജ് ആളാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ സോൺ 1-നും സോൺ 2-നും ഇടയ്ക്ക് കീപ്പ് ചെയ്യുക. എങ്ങനെ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ സ്മാർട്ട് വാച്ച് ഉണ്ട്. ഒരു 70% നിങ്ങളുടെ ഈ പറയുന്ന ഏജ് പ്രെഡിക്റ്റഡ് മാക്സിമം ഹാർട്ട് റേറ്റിൻ്റെ ഒരു 70% അറ്റൈൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നല്ല എക്സസൈസാണ്. ഇത് ആരോഗ്യപരമായി ചെയ്യുക, റെഗുലർലി ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. അത് സപ്ലിമെന്റ്സും വേണ്ട, ഒന്നും വേണ്ടി വരത്തില്ല. ഡോക്ടർ പറഞ്ഞില്ലേ, ഇപ്പൊ ഡോക്ടർമാരും അതേ കണക്കന്നെ ഫേമസ് ആയിട്ട് ആൾക്കാരെല്ലാം സാധാരണ പറയുന്നത് നോർമൽ ആയിട്ട് ഒരു കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു ഷുഗർ പേഷ്യന്റ് വന്നാൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത് 20 മിനിറ്റുള്ളിൽ ചെയ്യാൻ പാടില്ലെന്നാ. അത് കഴിഞ്ഞാൽ നമ്മളെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ കേസാവും, അയാൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ. അപ്പൊ കോമൺ ആയിട്ട് എല്ലാവരും പറയുമ്പോൾ കോമൺ കാര്യങ്ങളെ പറയാറുള്ളൂ. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഇത് ഇങ്ങനെയാണെന്നും കൂടെ ഒരു മറുപടിയും കൂടെ പറയണം. അതേ കണക്ക് ഇദ്ദേഹം പറഞ്ഞ കണക്ക് ഇപ്പൊ നമുക്ക് മത്സരത്തിന് ഇറങ്ങുന്നവരെയൊക്കെ ടെസ്റ്റ് നടത്തി നമുക്ക് വേണേൽ കേസാക്കാം. 1 വർഷം തടവും 20,000 പിഴയും കൊടുക്കണം. അത് കച്ചവടം ചെയ്യുന്നവനും അത് പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് അത് നല്ലതാന്ന് പറഞ്ഞാലും കേസാവും. അതായത് ഇപ്പൊ ഈ ഒരു ചർച്ചയിൽ നിന്നും ഈ കേരള സമൂഹത്തിലേക്ക് നല്ലൊരു മെസ്സേജ് തന്നെയാണ്. കാരണം ഇപ്പോ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മെസ്സേജ് വ്യായാമം അത്യാവശ്യമാണ്, അമിതം ആവരുത്. അത് ഞങ്ങൾ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അമിതമാവാതെ തന്നെ ഈ സമൂഹത്തിലേക്ക് വ്യായാമം ചെയ്തുകൊണ്ട് നല്ല കുട്ടികളെയും നല്ല യുവാക്കളെയൊക്കെ കൊണ്ടുവരാനായിട്ട് പിന്നെ ജിമ്മിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഒരു കാര്യം, ഇത് എങ്ങനെ റെഗുലേറ്റ് ചെയ്യണം എന്നുള്ളത് കാര്യം. ലൈസൻസ് ഇല്ലാതെ ലൈസൻസ് ഉണ്ട്. ലൈസൻസ് ഈ പ്രോട്ടീൻ പൗഡറും മറ്റുള്ളതും കൊടുക്കാൻ ലൈസൻസ് ഉള്ളത് ജിമ്മുകളിൽ ഇപ്പോഴും ലൈസൻസ് ഉള്ള ജിമ്മുകളിൽ മാത്രമാണ് അത്. പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും അല്ലാതെ ഒരു ജിമ്മുകളിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഇത് ജിമ്മിന്റെ മാത്രം ഇഷ്യൂ അല്ല, ഇതൊരു സ്ട്രക്ചറൽ ഇഷ്യൂ ആണ്. അമിത വ്യായാമം. ഡോക്ടർ പറയാം, ഒരു സെക്കൻഡ്. മനോട് പറയാനുള്ളത്, ഒന്ന്, നിങ്ങൾ എല്ലാവരും CPR ട്രെയിൻഡ് ആകണം എന്നൊരു അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജിമ്മുകളിൽ ഇപ്പോൾ ഒരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യണം അതിന് CPR പഠിക്കുകയും അതുപോലെ AEDകൾ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രധാനപ്പെട്ട ജിമ്മുകളിൽ എങ്കിലും നിങ്ങൾ വെക്കണമെന്ന് നിങ്ങളുടെ അസോസിയേഷൻ ഭാഗത്ത് ഒരു നിർദ്ദേശം. ഞങ്ങളുടെ ജിമ്മുകളിൽ കൃത്യമായി സാറ് പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിയാണ് എൻ്റെ ജിമ്മിൽ ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ വെൽ ആയിട്ട് പഠിപ്പിച്ച ട്രെയിനർമാർ മാത്രമാണ് ഇപ്പോൾ ഒരു 99% ജിമ്മുകളിൽ ഇപ്പോൾ വർക്കൗട്ടും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. അവർക്ക് അവിടെ എന്ത് ബുദ്ധിമുട്ടുകളും ക്ലയന്റിന് വന്നാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ അതിന് പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ അവർക്കറിയാം. അത് പഠിപ്പിക്കുന്നുണ്ട്, ഇല്ല സാറേ? അമിത വ്യായാമം നല്ലതല്ല എന്ന് പറയുന്ന പോലെ അമിത ഭക്ഷണവും നല്ലതല്ല എന്നുള്ളൊരു ഭക്ഷണം ഇപ്പൊ ആൾക്കാർ ആമാശയത്തിന്റെ ഏറി അറിയാതെ മരുന്ന് പോലെ ഭക്ഷണം കഴിക്കണമെന്ന്, അല്ലെങ്കിൽ മരുന്ന് പിന്നെ ആഹാരം പോലെ പറയാൻ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ ആഹാരം മരുന്ന് പോലെ കഴിക്കണം. വ്യായാമവും ആഹാരവും ക്രമാനുക്രമമായി പോയെങ്കിൽ മാത്രമേ ഒരു ഫിറ്റ്നസ് അല്ലെങ്കിൽ ഹെൽത്തിന് നമുക്ക് അത് ഹെൽത്ത് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കുറെ അമിത വ്യായാമം ചെയ്തു, പ്രോട്ടീൻ പൗഡേഴ്സ് മാത്രം കഴിച്ചു, അല്ലെങ്കിൽ കുറച്ച് പ്രോട്ടീൻ മാത്രമായിട്ടുള്ള സോഴ്സസ് മാത്രം ഉൾപ്പെടുത്തി കഴിച്ചു, അങ്ങനെയും വരുന്നുണ്ട്. കംപ്ലീറ്റ്ലി കാർബോഹൈഡ്രേറ്റ് അവോയ്ഡ് ചെയ്ത് പ്രോട്ടീൻസ് മാത്രമായിട്ട് എടുത്തിട്ടും വന്നിട്ട് പല ഇഷ്യൂസും വരുന്നവരും കാണുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ക്രമാനുക്രമമായി തന്നെ പോകണം എന്നുള്ളതാണ്. പിന്നെ ഇപ്പോഴത്തെ യൂത്തിന് അഗ്രസീവ്നെസ് ഭയങ്കര കൂടുതലാണ്. അവർക്ക് എങ്ങനെയെങ്കിലും ഫിറ്റ്നസ് വേണം,
അതിനനുസരിച്ച് ഇപ്പോൾ പ്രോട്ടീൻ ഇത്ര 1 സ്കൂപ്പ് മതിയോ, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും കഴിക്കുന്നുണ്ട്, അതായത് 2 ഗ്രാമിന് മേലെ അവർക്ക് വേണ്ടതിൽ കഴിക്കുന്നുണ്ട്, വീണ്ടും പ്രോട്ടീൻ പൗഡർ വേണം എന്ന് പറഞ്ഞു വരുന്ന യൂത്ത് ഉണ്ട്. അപ്പൊ അത് പേരൻസും വളരെയധികം കെയർഫുൾ ആവേണ്ടതാണ്. ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം, ഇപ്പൊ നമ്മള് യോഗ പറഞ്ഞു, ജിമ്മിന്റെ കാര്യം പറഞ്ഞു, സൂംബ പറഞ്ഞു. സർ ഇതിൽ എന്ത് ചെയ്തിട്ടാണ് ഇത്ര എനർജറ്റിക് ഹെൽത്തി ആയിട്ട്? അതെ അതെ ഞാൻ ഈ ചാട്ടം കൊണ്ടാ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ല സർ. ഇതൊരു വലിയ എക്സർസൈസ് അല്ലേ? ഞാൻ ഓക്കെ റെഡി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.